Hello, am I audible? Hello? Yes, ma'am. Guys, I'm so sorry. I lost my network. Still it's guys. Hello? Hello, guys. Am I audible? Can you hear me? Yes, Yes, ma'am. ma'am. Yes, ma'am. Thank you so much. I don't know. My network is not stable. Okay, let's see. Clear ആണോ എൻ്റെ voice? Clear. Yes. So, guys, articles ഇനി ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ? ആർട്ടിക്കിൾസ്. ഗൈസ്, ഐ തിങ്ക് ഞാൻ ഈ ഒരു ക്ലാസ് ഇനിയും എൻഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഒരു 1.5 hour ക്ലാസ് എടുക്കാം കേട്ടോ. ഇനിയും എൻഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇസ് ദാറ്റ് ഫൈൻ? Okay, ma'am. Yes, ma'am. ഓക്കെ. സോ ഡ്യൂട്ടി ഇഷ്യൂസ് ഉള്ളവർ ജസ്റ്റ് നെക്സ്റ്റ് ക്ലാസ് ഒരു 1/2 hour എക്സ്ട്രാ അഡ്ജസ്റ്റ് ചെയ്യുക. ഐ ഡോണ്ട് തിങ്ക് ദിസ്. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. സോ ആർട്ടിക്കിൾസ് എന്നുള്ള പോർഷനിൽ ഇനിയും എന്തെങ്കിലും ഏത് സൈഡാണ് നിങ്ങൾ ഫ്രാങ്ക് ആയിട്ട് പറയാം കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണ് കൺഫ്യൂഷൻ എന്ന് പറയാം. നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ടൈമിൽ ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇത്ര കാര്യങ്ങൾ ഇപ്പം ഈ ഒരു ജെൻഡേഴ്സ്, അതുപോലെ തന്നെ ഇവിടെ ഇത്ര ആർട്ടിക്കിൾസ് പഠിക്കുക. ആർട്ടിക്കിൾ ചേഞ്ച് ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട. ആർട്ടിക്കിൾ ചേഞ്ച് എന്നുള്ളത് നമ്മൾ എവിടെയാണ്? നമ്മുടെ ആ ഒരു അക്യൂസാറ്റീവ് ഡാറ്റീവ്. സോ ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ അക്യൂസാറ്റീവ് ഡാറ്റീവ് നോമിനാറ്റീവ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് കേസസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബിക്കോസ് നിങ്ങൾക്ക് ഇനി A2 പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വർക്ക്സ് കാര്യങ്ങൾ നമ്മുടെ ആ ഒരു കേസസിന്റെ ബേസിൽ വരും. സോ ഇത് നമ്മുടെ A1 ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ നോമിനാറ്റീവ് ആൻഡ് അക്യൂസാറ്റീവ് ഒന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്തിട്ട് പറയാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കമ്പാരിസൺ വരുന്ന ടൈമിലാണ് ഒന്നുകൂടെ കൺഫ്യൂഷൻ എന്ന് തോന്നുന്നു. സോ ആൻഡ് ഡു വൺ തിങ്, മാക്സിമം എന്ത് ചെയ്യാം, കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെന്റൻസസ് എല്ലാം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോ നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നവര് നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സംസാരിച്ച് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ സെൽഫായിട്ട് എന്ത് ചെയ്യുക,
ജസ്റ്റ് ഒന്ന് ഇപ്പം ഒരു പിക്ചർ ഒക്കെ നോക്കിയിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കുക. കുറച്ച് ലെങ്തി ആയിട്ട് അതിൽ പ്രപ്പോസിഷൻസും വേർബ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്രസ് ചെയ്ത് നോക്കുക ജർമ്മനിൽ. ഓക്കെ, സോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് 4 കേസസ് ആണ് ജർമ്മനിൽ വരുന്നത്. അക്യൂസാറ്റീവ്, നോമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ് ആൻഡ് ഗനറ്റീവ്. ഇങ്ങനെ 4 കേസാണ് ജർമ്മനിലുള്ള. സോ ഇതില് ഗനറ്റീവ് നമ്മൾ A2-ലാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് നോമിനാറ്റീവ്. നോമിനാറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Subject. Doer of the subject. Doer of the subject. യെസ്, സബ്ജക്ട് അല്ലെങ്കിൽ ഡൂവർ ഓഫ് ആക്ഷൻ. ഒരു സെന്റൻസിൽ വരുന്ന സബ്ജക്റ്റ് ആണ് നമ്മുടെ നോമിനാറ്റീവ് എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസിലെ ഡൂവർ ഓഫ് ആക്ഷൻ. ഓക്കെ ഓക്കെ, സോ നമ്മുടെ അക്യൂസാറ്റീവ് ആൻഡ് ഡാറ്റീവ് എന്താ? Direct and indirect object. direct Direct object. and indirect object. Direct and indirect object. ഓക്കെ, Indirect object. ഡയറക്റ്റ് ആൻഡ് Indirect. രണ്ടും ഒബ്ജക്ട്സ് ആണ്. അക്യൂസാറ്റീവും ഒബ്ജക്റ്റ് ആണ്, ഡാറ്റീവും ഒബ്ജക്റ്റ് ആണ്. അക്യൂസാറ്റീവ് ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, ഡാറ്റീവ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു സെന്റൻസിൽ നമ്മൾ പറഞ്ഞു രണ്ടും ഒബ്ജക്ട്സ് ആണല്ലോ. സോ നിങ്ങൾ ആ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോമിനാറ്റീവ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. എന്ത് നോക്കിയാൽ മതി? അതിലെ സബ്ജക്ട് എന്താണ്, ഡൂവർ ഓഫ് ആക്ഷൻ ആരാണ് എന്ന് നോക്കിയാൽ മതി. നിങ്ങൾ അതില് ഒബ്ജക്ട്സ് എങ്ങനെയാ മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യാ എങ്ങനെയാ അത് അക്യൂസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ എന്നുള്ളത് എന്തിന്റെ ബേസിലാണ് നിങ്ങൾ മനസ്സിലാക്കുക? Verb and Verb and preposition. 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 Yes, we can find accusative in a sentence, accusative and dative in a sentence by looking the verbs and prepositions. Verbs-ഉം preposition-ഉം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുക, അതിൽ വരുന്നത് അക്യൂസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. It's not audible.